പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനവന്മാരുടെ മനുഷ്യരും അങ്ങ് പരിശുദ്ധനെ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷിക്കും വേണ്ടി
അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപ്രദം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിൽ ബലഹീനരാജ്യങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവമേ, ആമേൻ. സമാധാനം നമ്മുടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങൾ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രതിഷ്ഠനാകുന്ന അങ്ങയെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞ് മുടിച്ചൊടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും അകത്ത് പെട്ടെത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകും സകലത്തിന്റെയും നാഥനായ ദൈവമേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവമേ, Amen.
ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിലുള്ള വായന 8-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ ഗുരു ആസ്വദിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റു സകലതിനും സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ആഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടുന്നാണ് നിങ്ങളെ നയിച്ചത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ആ ഭൂമി നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിങ്ങളെ എളിമപ്പെടുത്തുവാനും പരീക്ഷിക്കുവാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കുവാനുമായിരുന്നു അത്. എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത്. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റ് ദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഇന്ന് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ജനതകളെ പോലെ നിങ്ങളും നശിക്കും. ദൈവമായ കർത്താവിനെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ ശിവനായക ദൈവികമായ കൽപ്പനകളെ മധുരസ്ഥ ശ്രമിക്കുന്നതിനെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും രക്ഷയും ഞങ്ങളിൽ ബലമണിയുന്നതിൽ വേദന ഞങ്ങളെ സ്തുതിക്കുന്നതിൽ അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. സഹോദരരെ, പൗലോസ്ലീഹ ഫിലിപ്പിയായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഗുരു ആശീർവദിക്കണമേ. മിശിഹായിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിലേക്കുള്ള സ്വാതന്ത്ര്യമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ മനസ്സ് ഒരേ അഭിപ്രായവുമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വെറുതെ അഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. ഈശോമിശിഹായ്ക്കുള്ള ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു. ഇത് ഈശോയുടെ നാമത്തിന് മുമ്പേ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴക്കാലുകളും അടങ്ങുന്നതിന് ഈശോമിശിഹ കർത്താവാണെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്.
പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 4 12 മുതൽ 17 വരെയുള്ള വാക്യം. യോഹന്നാൻ ബന്ധസ്ഥനായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലായിരിക്കും പിൻവാങ്ങി. അവൻ നസറത്ത് വിട്ട് സെബൂലൂനിന്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴി ജോർദാന്റെ മറുകരയിൽ സെബൂലൂൻ നഫ്താലി പ്രദേശങ്ങൾ വിജാതിയുടെ ഗലിയിൽ അന്ധകാരത്തിലിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ നാട്ടിലും നിലവിലുമായിരുന്നവർക്കായി പ്രകാശം ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രഘോഷിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വിശ്വലേഖം സ്നേഹമുള്ളവരെ, ജെയിംസ് കാമറൂണിന്റെ ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ടൈറ്റാനിക്. ജാക്ക് ആൻഡ് റോസ് എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രങ്ങൾ അതിൽ അഭിനയിക്കുന്നു. അതിൽ വലിയൊരു ഭാഗം ഓർക്കുകയാണ്. 8 പേരടങ്ങുന്ന ഒരു ബാൻഡ്, വാലസ് എന്ന് പറയുന്ന മനുഷ്യനാണ് അതിൻ്റെ പ്രധാനിയായിട്ട് നിൽക്കുന്നത്. അവർ ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ഇഷ്ടപ്പെടാമായിരുന്നു. എന്നാൽ അവരൊരുമിച്ച് തീരുമാനിക്കുകയാണ്, ഈ കപ്പൽ വെള്ളത്തിൽ മുങ്ങി പോകുന്ന ആ നിമിഷം വരെ നമുക്ക് പാടിക്കൊണ്ടിരിക്കും. അവസാനമായിട്ട് അവര് പാടിയ പാട്ട്, എൻ്റെ ദൈവമേ നിന്റെ ഏറ്റവും ചാരത്തായി എന്നർത്ഥമുള്ള വരികളാണ് അവർ ആരംഭിച്ചത്. ഈ വാലസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ സുഹൃത്തിനോട് ഒരിക്കലും പറയുകയുണ്ടായി, ഈ കപ്പലില് വാദ്യോപകരണം വായിക്കുന്ന ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു കപ്പലില് ഇങ്ങനെ മുങ്ങുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ അവസാനമായിട്ട് വായിക്കാൻ പോകുന്ന പാട്ട് ഇത് തന്നെയായിരിക്കും. ആ ടൈറ്റാനിക്കില് ചിത്രം കാണുമ്പോൾ നമുക്കറിയാം, ആ പാട്ട് തന്നെയാണ് അവിടെ അവസാനമായിട്ട് വായിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് പ്രിപ്പയർഡ് ആയിരുന്നു. നമ്മളിത് വായിച്ചുള്ള സുവിശേഷത്തില് ക്രിസ്തു എപ്പോഴും തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ബി പ്രിപ്പയർഡ്. 2, സ്റ്റേ പ്രിപ്പയർഡ്. നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, നിങ്ങൾ ഒരുങ്ങുക. രണ്ടാമതായിട്ട് നിങ്ങൾ സജ്ജമായിരിക്കുക.
ബൈബിൾ വായിച്ച് നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ക്രിസ്തു ഈ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചില ജീവിതങ്ങളൊക്കെ സജ്ജമായി കഴിഞ്ഞു, ചില ജീവിതങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒരു ചിന്തയ്ക്ക് പാത്രമാകേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരുങ്ങുന്നവരാണ് പല കാര്യങ്ങൾക്കായി. എന്നാൽ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ഞാൻ സജ്ജനായിട്ടുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ഈ രണ്ടാമത്തെ കാര്യത്തിലാണ്. ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പങ്കുവച്ച ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ, 45 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് കൊറോണ കാലത്ത് നാട്ടിൽ പണിത പുതിയ വീട്ടിലേക്ക് താമസം കുറച്ചു നാളത്തേക്ക് മാറ്റുകയാണ്. ഏകദേശം 4-5 മാസക്കാലം അവിടെ താമസിച്ച് തിരിച്ച് ബോംബെയിലേക്ക് വരുമ്പോൾ കുടുംബത്തെ അവിടെ നിർത്തുകയാണ്. ബോംബെയിൽ വന്ന് അദ്ദേഹം വീണ്ടും ജോലി ആരംഭിക്കുന്നു. ഏകദേശം 3 മാസത്തിന് ശേഷം ഒരു ബൈക്ക് അപകടത്തിൽ അദ്ദേഹം മരിച്ചു പോവുകയാണ്. വളരെ വേദനയുള്ള ഒരു കാര്യം. എന്നാൽ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ മരണശേഷം 5-6 മാസത്തിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം പോകുന്നതിന് മുൻപ് എല്ലാം ഒരുങ്ങിയിരുന്നു, സജ്ജമായിരുന്നു എന്നാണ്. കാരണം അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് റീഡെവലപ്മെന്റിന് പോകുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന അദ്ദേഹം നോമിനിയായിട്ട് തന്റെ പേരിൽ കിടക്കുന്ന വസ്തു തന്റെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റുകയാണ് ഈ 3 മാസത്തെ കാലയളവ്. രണ്ടാമതായിട്ട് ചേർന്ന് വെച്ചിരിക്കുന്ന LIC അത് അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേരിലാണ്. ഈ 3 മാസം കാലയളവിൽ അത് അദ്ദേഹം തന്റെ ഭാര്യയുടെ പേരിലേക്ക് നോമിനിയായിട്ട് ഭാര്യ വയ്ക്കുകയാണ്. ഇനിയും അദ്ദേഹം 1-2 കാര്യങ്ങളോട് കൂടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. താൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ലോകം വിടേണ്ടി വന്നു കഴിഞ്ഞാൽ തന്റെ കുടുംബത്തിന് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുങ്ങി ജീവിച്ച, സജ്ജമായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഈ ക്രിസ്തു പറഞ്ഞ ഈ 2 കാര്യങ്ങളിലും ഗൗരവമായി നമ്മൾ എടുത്തിട്ടുണ്ട്. പരലോകത്തിൽ എത്തിച്ചേരുവാനായിട്ട്, സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് 2 കാര്യങ്ങളാണ് ക്രിസ്തു നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒന്ന്, നിങ്ങൾ തയ്യാറായിരിക്കുക. 2, സജ്ജമായിരിക്കുക. പ്രിപ്പറേഷൻ എപ്പോഴും എല്ലാ കാലത്തിലും ആവശ്യമാണ്. അപ്പൊ ആ സ്വർഗ്ഗരാജ്യത്തിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനും സജ്ജമായിരിക്കണം. അപ്രതീക്ഷിതമായത് പ്രതീക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ തയ്യാറെടുപ്പുകൾ മുഴുവനും അവസാനിക്കുന്നത് അവിടെയാണ്. എന്തിനേയും പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരായിട്ട്, തരണം ചെയ്യുവാനുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. ഈ 2 കാര്യങ്ങളാണ് നിരന്തരമായിട്ട് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ 2 കാര്യങ്ങളെ ഗൗരവമായി എടുക്കുവാൻ നമുക്ക് സാധിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും കൂടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രമാണങ്ങളിലും പ്രവാചകന്മാരും സമാധാനിക്കും എല്ലാ നിങ്ങളിലും പൂജായി ഞങ്ങളുടെ വിരുദ്ധകാര്യങ്ങൾ ദർശിക്കാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മോശയുടെ ദിനത്തിൽ കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താമരച്ച് മാറ്റം തുടങ്ങി നിന്റെ മൊത്തം കൊണ്ട് വീതിയുമുണ്ടായ മത്സരിച്ചമാരെ വേർപടിച്ചത് കണ്ടാല് വിദ്യുത്തിൽ മൊത്തപൂർണ്ണനായി പ്രകാശപ്പെടുമ്പോൾ ആത്മത്തോടെ നിന്നെ എത്തിയെടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമക്കെട്ടിന് സ്നേഹത്തിലും ശ്രേഷ്ഠത്തിലും സമാധാന കാരണത്തിലൂടെ ലോകജനതയ്ക്കും രാഷ്ട്രത്തലന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തീർച്ചപ്പെടുത്തലിന്റെ വാർത്താ മോശം
പോലെ സ്വർഗീയത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പ്രസിദ്ധാവും മാർഫാസ്മായും ഞങ്ങളെ സർവ്വതരും പിതാവായ ശിഷ്യപുലിതായും ഞങ്ങളുടെ ഉപവാസങ്ങളും തോമസ്മത്തന്റെ സഭദേശന്മാർ ഏവരെയും അനുഗ്രഹിക്കപ്പെടുന്ന ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രത്യക്ഷമാംശങ്ങളായ ഈ കുഷ്ഠത്തിലൂടെ വാദമേഖലയിൽ ആഗ്രഹിക്കുമ്പോൾ നിന്റെ വൃത്തഭാഗത്ത് അനുകരിക്കുവാൻ ഞങ്ങൾ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നാമത്തെ പിതാവിനും പുത്രനും പശ്ചാത്താപം സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളെ പൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരെ ഞങ്ങളുടെ ഘോഷിക്കണം. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങയുടെ കാരുണ്യത്തിനെടുത്ത് അങ്ങയുടെ അധികമായ ജനമുഴുവിന്റെ കടങ്ങളെ പ്രതിക്ക് പാപങ്ങളമാചരത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ Never
സഹോദരരെ കൃപാനായ നഗരങ്ങൾ വഴി പൂർത്തിയാകും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സുപ്രദമായ അനുഗ്രഹങ്ങൾ പ്രതി നിങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ ശരീരത്തിലാകുന്ന ദിവ്യരഹസ്യങ്ങളാകും ദൈവഭാവികമായി അങ്ങ് ഞങ്ങളെ കാരുണ്യാതിരേകതായോഗ്യരാക്കി. അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തെ വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശുദ്ധരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും മണ്ഡപത്തോടും വിശുദ്ധനും കൂടെ കർത്താവിനെ നന്ദി പറഞ്ഞ് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആധാരപൂർവ്വം ഇവിടെ രക്ഷപ്പെടുന്നവരെ സ്വീകരിക്കുകയും ആചാരമായ രഹസ്യം പുതുതായി ചെയ്യപ്പെടുന്നു. ദുരന്തത്തിന്റെ മധ്യസ്ഥം വഴി സമാധാനം സമുദ്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നു. കണ്ണുപതായത്തെയും ജാനം സുരോഗിതയ്ക്ക് നിശബ്ദരെ ഏകതയുടെ ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ.
അങ്ങയുടെ പ്രകാശമായ സത്യത്തിന്റെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തും. അങ്ങയോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ വേണ്ടുന്നതിനെ ഈശ്വരനാവിദാസനും സ്വീകരിച്ചതിനേക്കാൾ ബുദ്ധിയുള്ള മർദ്യമായ ആത്മാവോടും മർദ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനെതിരായി ധരിക്കുവാനും നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ ചില സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. വിശ്വാസ രഹസ്യത്തിന്റെ സ്മൃതിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപുത്രങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിതാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തലയെക്കുറിച്ച് വിടകപ്പെട്ട് രാത്രിയിലെ നിർമ്മലമായ ദുർക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലെ ആരാധനായ പിതാവിന്റെ മകനേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തിയെ വിഭജിച്ച് ശിശുമാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമെന്ന്. അപ്രകാരം കാശിയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുമെന്ന്. ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വെച്ചുകൊടുക്കും, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന്. ഞങ്ങൾക്ക് സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മളുടെ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രികാസനത്തിലും അധികാരിമായ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവുമായ മർദ്ദോസ്മൃതനാക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവുമായ മർദ്ദോസ്മൃതനാന് വേണ്ടി വിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി ലോകിതന്മാരുടെ അധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീകന്മാരുടെയും രക്തസാക്ഷികളെ വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ നീതിമാന്മാരും വിശുദ്ധമല്ലാപിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും വീട്ടിലും രോഗികളും ആകിലും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിലും എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാലത്ത് പ്രത്യാശകാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കൃപാനെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങനെ അഭിഷേകത്തിന്റെ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. വിശുദ്ധരുമായ പിതാക്കന്മാരുടെ പാപസ്മരണങ്ങൾ അവർണീയം സുഹൃതമായ സംജാതമാക്കണമേ. ജീവിതകാലം ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അന്ന് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയമുള്ളതായി ശംസികായ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവിനെതിരുമായ ദാസനും അങ്ങനെയുള്ള മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചു അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാമം രക്ഷകരമായ ശംസികായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും മകനീയ ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ആത്മ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മളുടെ ഇതിനെ ആശീർവദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടകളെ പ്രതിക്കുവാനുള്ള മോചനത്തിന് പ്രീതിപ്പെടുത്തി എല്ലാവരുടെ സ്വർഗരാജ്യമായി ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം ഞങ്ങൾക്ക് വേണ്ടങ്ങയും അങ്ങനെയും സ്നേഹാവാദ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന് അമൂല്യമായ രക്തത്താൽ ആ സമയം സന്തോഷവും പ്രത്യാശയെടുത്തു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവ പരിശുദ്ധവും ജീവദായകവും നാമത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാരുണ്യത്തോടെ ദയ തോന്നണമേ. ഞങ്ങളെ യോഗ്യനാകുന്നു, എങ്കിലും
പുസ്തകവും പരിശുദ്ധവും ചെയ്തതായ ദൈവിക രഹസ്യങ്ങളിൽ അങ്ങയുടെ കാര്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, അങ്ങയുടെ നാമത്തിന് സ്തുതി. നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവൻ ചെയ്തതായ കൃപയും സർവ്വതയും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും അതിതാ പാപമനുഷ്യം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിലിറങ്ങി ജീവനമാകുന്നു. ശിഷ്യനീശ്വരൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിലെ ആഗതമാം ജീവൻ നൽകിടുവാക്കും ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുന്നു. നമ്മുടെ കർത്താവായ മിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താത്മാവിനെ സമർപ്പിക്കാം. ശാസ്ത്രയുടെ എല്ലാം തിരിച്ചുകൊണ്ടും പാപം കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടും സഹോദരങ്ങളെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലും നാഥനാദ്യത്തോടെ പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകൾ കലർന്നുകൊണ്ടിന് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുവിന്റെ ഉപദേശത്തിന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ ഭദ്രപ്പെടുകയും ചെയ്യാം. യോജിപ്പോടെ ഭക്തർക്കൂടെ ദൈവരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിലും ആത്മാകർഷയും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വരായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് അപേക്ഷിച്ച് ഞങ്ങൾ പാപത്തിൽ ഉൾപ്പെടുത്തരുത്. ഇഷ്ടാനുരൂപമായ സംഖ്യകളെ അന്വേഷിക്കുന്നത് സ്വർഗ്ഗത്തിലും ഭൂമിയിൽ രാജ്യം ശക്തി പ്രാപഞ്ചകാരം നേടിയതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജീവിതത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ
ദൈവമാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും വാർത്തെടുക്കാൻ പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരുണികേൾപ്പിക്കുകയായ സ്വീകരണം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയെ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ ഔദാര്യമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ, ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ ചുറ്റും കുറിച്ചും ശുദ്ധായ ഉദ്രേകമായ ശ്രമിച്ച് ഇവയിൽ പങ്കെടുവാൻ യോഗ്യർക്കപ്പെട്ട നമുക്കെല്ലാവർക്കും യോഗ്യയുടെ ദാതാവിനും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടകളുടെ മാർഗ്ഗനിയമേകാര്യപ്രവം ഞങ്ങൾക്ക് നൽകി. യഥാർത്ഥ ദിവസത്തെയും അഭിനേതൃത്വത്തിനെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നയിക്കും. സ്വർഗ്ഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാനകൾ ഞങ്ങളുടെ പാപങ്ങളെയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. നിങ്ങൾ ആദ്യമേതാൻ വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥായ നയിക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മെ വർഷിച്ചു. സ്വർഗ്ഗലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാണിടുവാൻ ദൈവം നമ്മെ അയച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവരിൽ നിവസിക്കും, അവരെ ഞാൻ നിശ്ചയമായി വിധിയില്ലാതവരെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സമേകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്യും. ആരോഗ്യപ്പോഴും നീ ബലിയിൽ പങ്കാളികളാകിലും ദൈവം കനി
ദൈവികമാ ശുദ്ധിയേറും നരകസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും വിശുദ്ധീകരണത്തിന്റെ വിളികളെ സ്വസ്തി. ഞങ്ങൾ